Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ജോണ് നോക്കി നടന്നോടെ നിനക്ക് ഇപ്പൊ നീ ട്രക്കിന്റെ അടിയിലായനെ. ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ചേടാ, എന്തിനാ അവനെ രക്ഷിക്കാൻ പോയത്? കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ചേട്ടാ, അവനും ഒരു മനുഷ്യനല്ലേ? അവൻ ട്രക്കിന്റെ അടിയിൽ പോകുന്നത് എനിക്കെങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും? മോട്ടു, നീ എത്ര നല്ല മനുഷ്യനാണ്. ഞാൻ വൃത്തികെട്ടവനോ? ഇന്ന് മുതൽ എന്റെ ജീവൻ നിനക്കുള്ളതാണ്. എന്റെ അവശേഷിക്കുന്ന ജീവിതം മുഴുവനും നിന്നെ സേവിക്കാനുള്ളതാണ്. ഏയ് വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നീ മോഷ്ടിക്കുന്നതൊന്നും നിർത്തിയാ മതി, മറ്റൊന്നും വേണ്ട. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറയണ്ട. പക്ഷെ ഈ കള്ളന് നിന്നെ സേവിക്കാൻ ഒരവസരമെങ്കിലും തരണം. ഒരു തവണ നിന്നെ സേവിക്കാൻ എനിക്ക് അവസരം തരുകയാണെങ്കിൽ നിന്നെ ഞാൻ സേവിച്ച് നല്ലൊരു മനുഷ്യനായി മാറിക്കൊള്ളാം. എന്താ എന്താ നീ ഇത് എന്തായി കാണിക്കുന്നേ? മുകളിൽ ഫാൻ ഓടുന്ന കാണുന്നില്ലേ? അത് ഒരുപാട് ഉയരത്തിലല്ലേ, അതിന്റെ കാറ്റ് താഴേക്ക് വരത്തില്ലല്ലോ. താങ്കളെ പോലെ ഒരു മഹാന് വേണ്ടി ഫാന് താഴെയാണ് വെക്കേണ്ടത്, എന്നാലല്ലേ കാറ്റ് കിട്ടത്തുള്ളൂ. ജോൺ, നീ മോട്ടുവിനെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാൻ പുറത്ത് കറങ്ങിയിട്ട് വരാം. പത്തുലു അവിടെ നിക്കേ. ടാറ്റാ. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ ശരിയാക്കാം. ചെറിയ ഈച്ചക്ക് ഇത്രയ്ക്ക് കൃമി കടിയോ? അത് മോട്ടുവിനെ ശല്യം ചെയ്യാൻ. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിക്കവിടെ, ആ ഈച്ച എപ്പോഴേ പോയി ജോണേ. മാത്രമല്ല ഞാനിന്ന് പുറത്തേക്ക് പോവുക. നീ വീട്ടിൽ തന്നെ ഇരിക്കേ. താങ്കളുടെ സേവകൻ ജോൺ താങ്കൾക്കായി കസര കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനൊന്നും ആവശ്യമില്ല ജോൺ, എനിക്ക് നടന്നു പോകാനാണ് കൂടുതലും ഇഷ്ടം. ഇപ്പൊ ശരിയാക്കാം. ഞാനിതാ വരികയാണ്. മോട്ടു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പുറകെ തന്നെയുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പിടിക്ക് ജോണേ, ഉമ്മാരെ പിടിക്ക്. ഞാൻ ചെയ്യാം. ഞാനാണ് മോട്ടുവിന്റെ സേവകൻ. അതുകൊണ്ട് ഈ ജോലി ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട, ആരെങ്കിലും അവനെ ഒന്ന് പിടിക്ക്. എനിക്ക് ഇവൻ ഇഞ്ചക്ഷൻ ഇടണ്ടേ. ഒരുപാട് വേദനിക്കുന്നേ. നിങ്ങൾ കരയണ്ട, ഞാൻ നിങ്ങളുടെ സേവകനല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ കരഞ്ഞോളാം. അതെന്റെ സേവനത്തിന്റെ ഭാഗമാണ്. എന്തൊരുടുക്കത്തെ വേദന കുത്തിരിക്കണ്ടാ കിട്ടിയത്. എന്റെ രോഗികളാണ് സത്യം. ഈ സേവനം ഭയങ്കര കുരിശായി പോയല്ലോ. അവൻ തന്നെ വേദന കൊടുത്തിട്ട് അവൻ തന്നെ കരയുന്നു. ബോസ്, നിങ്ങൾ സേവനത്തിൽ ഇറങ്ങിയല്ലേ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ബോസ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ മോഷണം നടത്തും? വാ, നമുക്ക് 1-2 മാസമൊക്കെ ചെയ്യാം. ഇനി മേലാൽ മോഷണത്തിന്റെ കാര്യം എന്നോട് പറയരുത്. ഞാൻ നന്നായി. ഞാനിപ്പോ മോട്ടുവിനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം ഇവിടുത്തെ വേഗം സ്ഥലം വിടാൻ നോക്ക്. നിങ്ങൾ കരയരുത്, ഞാൻ കരഞ്ഞോളാം. ഞാൻ നിങ്ങളുടെ സേവകനല്ലേ.
എന്റെ മോട്ടു, നീ ഇവനെ ഉടനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ ഓടേണ്ടി വരും. അതേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. സേവകരെ ഒഴിവാക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കണ്ടോളൂ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന്. അതെ ജോൺ, ചെല്ല് മോട്ടൂനെ കുറിച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ഞാൻ മോട്ടുവിന്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങളുടെ നോക്കാൻ പറ്റില്ല. ഞാൻ മോട്ടുവിന്റെ സവര. ജോൺ ചെല്ല്, വെള്ളം എടുത്തോണ്ട് വാ. ഇതാ കുടിച്ചോളൂ. അല്ല മോട്ടു, നിനക്കിപ്പ സമൂസ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ? ആ, ജോൺ പെട്ടെന്ന് സമൂസ മേടിച്ചോണ്ട് വാ. ഇപ്പൊ വരാം. മോട്ടു, ഇത് പിടിച്ചോ, എന്നിട്ട് പറന്നോ. ജോൺ എങ്ങനെ നിന്റെ പുറകെ വരുമെന്ന് നോക്കട്ടെ. മോട്ടു അവിടെ നിൽക്ക്, എന്റെ കയ്യിൽ സമോസയുണ്ട്. ഇതാ സമോസ. എന്റെ മുകളിലുള്ള ദൈവമേ, ഈ കഷ്ടകാലത്തിന് എന്റെ പുറകെ നിന്ന് മാറ്റി തരുമോ? മോട്ടു താങ്കൾ എന്തിനാ ഇങ്ങനെ പറക്കുന്നത്? പറക്കാനാണെങ്കിൽ ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ സേവകനല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ സമോസ കഴിക്കൂ. മോട്ടു, വല്യേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കേ. ആ സേവകൻ എന്റെ പുറകെ നിന്ന് മാറ്റിത്താ. അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. കേക്ക്, ഒരു ഐഡിയ കൂടെ ഉണ്ട്. മോട്ടു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടാൻ പോവാ. കേൾക്കുന്നില്ലേ നീ? ഞാൻ ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടാൻ പോവാന്ന്. ഇപ്പൊ ജോൺ എന്തായാലും പെടും. ഒന്നുകിൽ മോട്ടുവിനെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അവൻ തന്നെ കൊക്കയിലേക്ക് എടുത്ത് ചാടും. രണ്ടാണെങ്കിലും ശരി, മോട്ടു ജോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് ഉറപ്പാ. താങ്കൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, താങ്കൾ ഒന്നുകൊണ്ട് പേടിക്കുകയും വേണ്ട. താങ്കളുടെ സേവകൻ ഈ ജോൺ ഉള്ളിടത്തോളം കാലം താഴേക്ക് എടുത്ത് ചാടാനാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഞാൻ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇട്ടാൽ മാത്രം പോരെ. എന്തെങ്കിലും ചെയ്യുമ്പത്തിലോ ഈ സേവകൻ എന്റെ ജീവനും കൊണ്ടേ പോവൂ. ഇവൻ എന്നെ മോളിലേക്ക് പറഞ്ഞു വിട്ടിട്ടേ അടങ്ങുമെന്നാ തോന്നുന്നത്. ഇവൻ കാരണം എനിക്കിപ്പോ ഉറക്കം കരയാൻ പോലും പറ്റുന്നില്ല. ഐഡിയ. ഞാൻ പോയി എല്ലാം തയ്യാറാക്കട്ടെ. അവൻ എന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യോടെ അവനെ പിടിച്ച് ഞാൻ അപ്പൊ തന്നെ ജയിലിനകത്തിടും. അതെ പത്ലു, ഇന്ന് കനകാപുരിയിലെ രാജകുമാരി കോടിക്കണക്കിന് ആഭരണങ്ങൾ അണിഞ്ഞാണ് വരുന്നത്. ഞാൻ ആ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് അതൊക്കെ ഫുർഫുറി നഗരത്തിലെ മ്യൂസിയത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഭരണങ്ങളെല്ലാം ഒരു കാലത്ത് ഫുർഫുറി നഗരത്തിന്റേതായിരുന്നു. ഞാൻ മോഷ്ടിക്കാം. താങ്കളുടെ സേവകനായിട്ട് ഈ ജോൺ ഉണ്ടല്ലോ, എന്താ വേണ്ടെന്ന് പറയൂ. അല്ല, കന്യാകുമാരി, രാജകുമാരി എവിടെയാ വരുന്നത് പറയൂ. പത്ലു, ജോൺ വരുന്നുണ്ടോ ഇല്ലയോ? അവൻ വരുന്നുണ്ട് ചിങ്കം സാറേ. അവൻ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ടായിരിക്കും വരിക. അവൻ താഴെ ഇറങ്ങി മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തോളൂ. എന്റെ അമ്മോ, എന്താ അവിടെ നടക്കുന്നത്? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഈ സേവനമൊക്കെ അങ്ങ് നിർത്താൻ പോവുകയാണ്. ഇനി ആഘോഷിക്കാനുള്ള സമയമാണ്. ബൈ ബൈ. എന്റെ അമ്മോ, അവൻ വളരെ ബുദ്ധിശാലിയാണ്. നിങ്ങളെ എടുത്തോണ്ട് അവൻ പറഞ്ഞത്. മോട്ടുവിനെ സേവിക്കാൻ പോലും വന്നില്ല. സേവാന്ന് പറഞ്ഞ അവൻ നമ്മളെ പറ്റിക്കായിരുന്നു. ഇനി നമ്മളെല്ലാരും ചേർന്ന് അവനിട്ടൊരു പണി കൊടുക്കണം. ആ ആഭരണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും, ഉറപ്പാ. വരൂ, നമുക്കവനെ പിടിക്കാം. അങ്ങോട്ട് നോക്ക്. Stop. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. I surrender. ഇതാ വിലങ്ങടി ജോളു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ അമ്മോ, വീണ്ടും തെങ്ങുമ്പോ വീണല്ലോ. Hey, stop.
ഐ സെഡ് സ്റ്റോപ്പ്. തെങ്ങ് താഴെയാണല്ലോ, പിന്നെ എവിടുന്ന ഈ തേങ്ങ വന്ന് വീഴുന്നത്? ജോൺ അവിടെ നിൽക്കേ. ജോൺ बाय बाय मोटू पतलू. ജോൺ ഏയ് നമ്പർ 1 നമ്പർ 2 മുകളിൽ ഭയങ്കര തണുപ്പാണ്. നിങ്ങളുടെ ബോസ് തണുത്ത് വിറയ്ക്കും. വേഗം ഫാൻ ഓഫ് ചെയ്യ്. ഓ അങ്ങനെയോ? സോറി ബോസ്. ഇപ്പൊ തന്നെ ഞാൻ ഫാൻ ഓഫ് ചെയ്യാം. ചിങ്കം സാറേ, ഒരു ബലത്തിന് വേണ്ടി ഒന്ന് എന്റെ കയ്യിലും ഒന്ന് സാറിന്റെ കയ്യിലും ഇരിക്കട്ടെ. പെട്ടെന്ന് പോവാം. ഇല്ല, ഞാൻ വരില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.